എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് നേരെ ഫോർട്ട് കൊച്ചി വെളി ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോവാണ്. അതുമാത്രമല്ല, ദ ബിഗ്ഗസ്റ്റ് ട്രീ ഉണ്ട് അവിടെ, അത് കാണണം. അങ്ങനെ നമ്മൾ തോപ്പുംപടി പഴയ ഹാർബർ പാലം വഴിയാണ് പോയത്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അറിയാലോ, ആ സമയത്തൊക്കെ വളരെ നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കിനിടയിൽ നമ്മൾ നല്ല ഗ്രൗണ്ടിലേക്ക് കയറി. കണ്ടോ, ആ കാണുന്നതാണ് ബിഗ്ഗസ്റ്റ് ട്രീ. കഴിഞ്ഞ വർഷവും ഞാൻ വന്നിരുന്നു. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാറും മാഡവും 27 വർഷമായിട്ട് ഇത് കണ്ടിട്ടില്ല. അങ്ങനെ ഞാനൊരു നിമിത്തം മാത്രം, അങ്ങനെ 27 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അവർ ഈ ഫെസ്റ്റിവൽ കാണാൻ വന്നിരിക്കുകയാണ്. വന്ന ദിവസം തരം നന്നായിരുന്നു. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ട്രീ. അങ്ങനെ ഞങ്ങൾ നേരെ ട്രീയുടെ അടിയിൽ ചെന്ന് അവിടെ എല്ലാം കണ്ട് വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. കാരണം ഒത്തിരി ജനങ്ങളും ഒത്തിരി എന്താ പറയുക, സ്റ്റാർസ്, ലൈറ്റ്സ് എല്ലാം കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ സാറിനെ അത് കണ്ടിട്ട് തന്നെ ഒരു ഭയങ്കര ഒരു കൗതുകമായിരുന്നു. കാരണം ഇത്രയും അടുത്ത് കിടന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും കാണാതെ പറ്റിയില്ലല്ലോ എന്ന്. കാരണം ഒരു 27 വർഷമായിട്ട് അവർ പ്രാക്ടീസും കാര്യങ്ങളുമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരിക്കൽ പോലും ഇവിടേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ കാരണം, അല്ലെങ്കിൽ ഞാനൊരു മിക്ക ദിവസങ്ങളിലും ഇതേപോലെ ഗാനമേള, അതുപോലെ മറ്റ് കലാപരിപാടികളെല്ലാം ഉണ്ട്. അത്രയ്ക്കും ജനങ്ങളും ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ നല്ലൊരു ഗാനമേള നടക്കുമായിരുന്നു. കുറച്ച് നേരം അതെല്ലാം കണ്ട് ആസ്വദിച്ച് അവിടെ നിന്നു. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണണം. ഇതൊന്നും കാണാതെ നമ്മൾ മുകളിലോട്ട് പോയിട്ട് എത്താൻ കാര്യം. പ്രകൃതിയിൽ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുമ്പോൾ നമ്മളത് കാണാതെ പോകരുത്. അങ്ങനെ ഞങ്ങളവിടെ എല്ലാം ചുറ്റി നടന്ന് ഗാനമേളയൊക്കെ ആസ്വദിച്ച് ഞങ്ങളവിടെ കുറേ സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ആ ഗ്രൗണ്ടിൽ മൊത്തം കറങ്ങി നടന്ന് ഇത് നേരെ പപ്പാഞ്ചിയുടെ അടുത്തെത്തി. ഈ പപ്പാഞ്ചിനെ നമ്മൾ ന്യൂ ഇയറിന് കത്തിക്കുന്നതാണ് ഇവിടെ. അത് ഭയങ്കര വലിയൊരു ആഘോഷമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പപ്പാഞ്ചിയെ കണ്ട് ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വന്നു. അവിടെ കംപ്ലീറ്റ് ലൈറ്റ് കൊണ്ട് അതിമനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുകൾ അവിടെ നിന്ന് സെൽഫി എടുക്കുകയും റീൽസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ട് ആസ്വദിച്ച് വീണ്ടും നമ്മൾ ഗ്രൗണ്ടിലൂടെ നടക്കുകയാണ്. ആ വെളി ഗ്രൗണ്ടിലൊക്കെ കംപ്ലീറ്റ് തിരക്കാണ്. കാരണം അത്രയ്ക്ക് വാഹനങ്ങളുടെ തിരക്കും, പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. എന്തോ ഭാഗ്യത്തിന് നമുക്ക് പാർക്കിംഗ് കിട്ടി. അവിടെ നമ്മൾ വണ്ടി മെല്ലെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും എറണാകുളത്തേക്ക് പോവാണ്. ഇതാണ് തോപ്പുംപടി പഴയ ബ്രിഡ്ജ്. അതിമനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ബ്രിഡ്ജ് നമ്മൾ പാസ് ചെയ്ത് നമ്മൾ നേരെ തേവര പള്ളിയിലേക്ക് പോകാനാണ്. കാരണം പോകുന്ന വഴിക്ക് തേവര പള്ളി കയറി പ്രാർത്ഥിച്ച് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ നേരെ തോപ്പുംപടി നേരെ തേവര പള്ളിയിലേക്ക്.
അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ ഗ്രാൻഡ് ഹോട്ടലിലാണ് പോയത്, MG റോഡുള്ള. അപ്പോൾ ഡിന്നർ നമ്മൾ അവിടെയാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തിരക്കായതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയൊക്കെ വെച്ചിരിക്കുക കേട്ടോ ഹോട്ടലെല്ലാം. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയും അപ്പവും ചിക്കൻ കറിയും ഫിഷ് കറിയൊക്കെ ആയിരുന്നു. അതെല്ലാം നമ്മൾ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.